ഓക്കെ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതി ഒരു സ്റ്റാൻഡ് ലോൺ ഡോട്ട് ഫയൽ അതിനകത്തൊരു മെയിൻ ഫംഗ്ഷൻ ഇത് റൺ ചെയ്തു. ബട്ട് യു ക്യാൻ ക്രിയേറ്റ് ഡോട്ട് പ്രോജക്ട്സ്. നമുക്കൊരു ബിഗർ ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡോട്ട് പ്രോജക്റ്റ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഡോട്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്? ഡോട്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യു ക്യാൻ യൂസ് എ കീവേഡ് ഡോട്ട് create, then the project name. I'm going to call my project as my app, then press enter. Now this will create a new folder here, my app. This is a project folder, and now your project is created. Then you have to move into cd my app, cd space my app. Okay, now you are inside cd my app. Okay, now you are inside your my application. I'm going to have that opened in my VS Code. So just code space period symbol. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി എസ് കോഡിൽ അത് ഓപ്പൺ ആയി വരും. നൗ യു ഗോട്ട് എ ന്യൂ ഇൻസ്റ്റൻസ് ഓഫ് വി എസ് കോഡ്. ഇവിടെ നോക്കിയാൽ കാണാം ഇതൊരു ഡോട്ട് പ്രൊജക്റ്റ് ആണ്. അതിനകത്ത് കുറേ ഫയൽസ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത ഫയൽസ് ഉണ്ട്. യു ഹാവ് എ pubspec.yaml file like your Flutter. Okay, then you can add more packages and all those things here. Then you have the bin folder, and inside this bin folder all the files, all the code you're going to write comes under this bin folder. You have a library folder and you have a folder called my app. You can write your codes here, and this bin contain the main function. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻ ഫംഗ്ഷൻ എഴുതാം. സി ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അത് ഓൾറെഡി ഇതിനകത്തുള്ളതാണ്. ഇത് റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഗോ ടു ടെർമിനൽ, ടെർമിനൽ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഡോട്ട് റൺ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, നൗ ദിസ് വിൽ റൺ യുവർ പ്രോഗ്രാം. ഇതാണ് എന്ത് ഔട്ട്പുട്ട്. ഹലോ വേൾഡ് 42 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇത് മൈ ആപ്പ് ഡോട്ട് കാൽക്കുലേറ്റ്. മൈ ആപ്പ് ഡോട്ട് കാൽക്കുലേറ്റ് എന്ത് ചെയ്യും? 6 into 7 ചെയ്യും, 42. Okay, and this is how you create a new dot project. Okay, hope you understand. And sometimes you need to create standalone dot projects, not Flutter. Dot projects നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഡോട്ട് ക്രിയേറ്റ് എന്നുള്ള കമാൻഡ് ഉപയോഗിച്ച് ഡോട്ട് ക്രിയേറ്റ് ദെൻ പ്രൊജക്ട് നെയിം അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ബട്ട് ഇൻ ദിസ് ട്യൂട്ടോറിയൽ വി ആർ ഗോയിങ് ടു യൂസ് സ്റ്റാൻഡലോൺ ഡോട്ട് ഫയൽ. സ്റ്റാൻഡലോൺ ഡോട്ട് ഫയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, പ്രൊജക്റ്റ് അല്ല. Okay, let me close this, and we are moving back to our previous instance file, open folder. Now dot tutorial, select folder. Okay, I don't need this. I'm not going to write anything here, so I'm going to write my main dot. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? എഴുതാൻ പോകുന്നത്. Okay, I hope you understand how to create a dot project. Okay, and next video we are going to learn about string concatenation.